സമൂഹമെന്ന നിലയിൽ നമ്മൾ എത്ര കെട്ടുറപ്പുള്ളവരാണെന്ന് നമുക്ക് തന്നെ ഉറപ്പു നൽകിയ ദിവസമായിരുന്നുവെന്ന്. അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പായിട്ടും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ തെരച്ചിൽ ദൗത്യമാണ് അർജുനു വേണ്ടി നടന്നത്. അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം. തെരച്ചിൽ തുടങ്ങിയത് മുതൽ ഷിരൂരിലുണ്ടായിരുന്ന അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ വിതുമ്പലടക്കി പറഞ്ഞു. അതെല്ലാവർക്കും അറിയാമായിരുന്നു. പേമാരിപ്പെയ്ത്തിനിടെ കുത്തിയൊലിച്ച് കരകവിഞ്ഞൊഴുകുന്ന ഗംഗാവല്ലി പുഴയുടെ അടിത്തട്ടിലാണോ ഇടിഞ്ഞുതാണ മണ്ണടരുകൾക്കുള്ളിലാണോ അർജുൻ ഉള്ളത് എന്നുപോലും ആദ്യം ഉറപ്പില്ലായിരുന്നു. 2-3 ദിവസം പിന്നിട്ടതോടെ അർജുനെ ജീവനോടെ വീണ്ടെടുക്കാനാവില്ലെന്ന് നമ്മളെല്ലാം ഉറപ്പിച്ചതാണ്. പക്ഷെ അങ്ങനെ അർജുനെ വിട്ടിട്ട് പോകാൻ നമുക്കാവില്ലായിരുന്നു. ജൂലൈ 16 കർണാടക ഗോവ അതിർത്തിയിൽ പൻവേൽ കന്യാകുമാരി ദേശീയപാത 66-ൽ 4-വരിപ്പാത വികസിപ്പിക്കാനുള്ള പണി നടക്കുന്ന ഷിരൂർ ഭാഗത്തായിരുന്നു ദുരന്തം. ഒരു വശം കുന്നും മറുവശം ഗംഗാവല്ലി പുഴയും. അവിടെയുണ്ടായിരുന്ന ചായക്കട, അർജുന്റേതടക്കം 4 ലോറികൾ, ഇതിലെല്ലാം ഉണ്ടായിരുന്ന മനുഷ്യർ ഒക്കെ മാത്രകൾക്കുള്ളിൽ മണ്ണിനടിയിലായി. അപകടം നടന്ന് 3 ദിവസമായിട്ടും രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഷിരൂരിലെ ജില്ലാ ഭരണകൂടത്തിന്റെ ആദ്യ പരിഗണന. പൊതുസമൂഹം, സർക്കാർ, മാധ്യമങ്ങൾ, നമ്മളെല്ലാവരും ഒരൊറ്റ ശബ്ദമായി മാറി. അർജുനെ കണ്ടെത്തിയേ മതിയാകൂ. രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. സൈന്യം, നേവി, NDRF സംഘങ്ങൾ, രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ, മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ, റഡാർ ഉപകരണങ്ങളും മണ്ണുമാന്തി യന്ത്രങ്ങളും സ്നിഫർ നായ്ക്കളും. മനുഷ്യപ്രയത്നത്തിന്റെ മഹാദൗത്യത്തിന്റെ ആദ്യഘട്ടം പരാജയമായിരുന്നു. പന്ത്രണ്ടാം നാൾ കർണാടക അധികൃതർ തെരച്ചിലിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചു. പക്ഷേ 1000-1 സാധ്യതയെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അർജുന്റെ ശരീരമെങ്കിലും നമുക്ക് തിരികെ വേണമായിരുന്നു. കർണാടക ഹൈക്കോടതി ഇടപെട്ടു. സമ്മർദ്ദത്തിൽ ദൗത്യം പുനരാരംഭിച്ചു. പക്ഷെ പിന്നെയും ആഗസ്റ്റ് 16-ന് രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ആഴത്തിലുള്ള രക്ഷാദൗത്യത്തിന് ഡ്രഡ്ജർ വേണമായിരുന്നു. സെപ്റ്റംബർ 11-ന് ഗോവ തുറമുഖത്ത് നിന്ന് കൂറ്റൻ ഡ്രഡ്ജർ ഷിരൂരിലെത്തിച്ചു. 12-ന് തെരച്ചിൽ വീണ്ടും തുടങ്ങി. സമാന്തരമായി ഈശ്വർ മാൽപേ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ലോഹഭാഗങ്ങളും കയർകഷണവും മരത്തടികളും കണ്ടെത്തി. പിന്നെയും പ്രതീക്ഷ. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ ഇടപെടൽ. ഐബോർഡ് പരിശോധനയിൽ GPS സംവിധാനം ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗത്തുനിന്ന് ഇന്ന് 72-ാം ദിവസം ദൗത്യസംഘം അർജുനെ വീണ്ടെടുത്തു. മരിച്ചുവെന്ന് ഉറപ്പായിട്ടും ഒരു മനുഷ്യന്റെ ശരീരം തിരിച്ചു കിട്ടാൻ നമ്മൾ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു. അർജുന്റെ കുടുംബത്തിന് ഉൾക്കൊണ്ട ദുഃഖത്തിന് ഒരു ഉറപ്പ് വേണമായിരുന്നു. സന്തോഷത്തിന്റെ സമയമല്ലെങ്കിലും നമ്മളൊരു മോശപ്പെട്ട സമൂഹമല്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പു നൽകുന്ന നിമിഷങ്ങളാണിത്. മനുഷ്യൻ എന്നത് എത്ര സുന്ദരമായ പദമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.